നമുക്ക് പാറ്റ പല്ലിയൊക്കെ ശല്യം ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 തൊണ്ട കർപ്പൂരം ഇതുപോലെ ബക്കറ്റിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ആവശ്യത്തിന് എത്രമാത്രം തുടങ്ങുന്നോ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു പത വേണമെങ്കിൽ മാത്രം കുറച്ച് ഷാമ്പു ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇത് ദാണ്ട ഇതേപോലെ കുറച്ച് ഷാമ്പു ഒഴിച്ചു കൊടുക്കും. ഒരു 2-3 തുള്ളി ഷാമ്പു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദാണ്ട ഈ കർപ്പൂരം നല്ലോണം അലിഞ്ഞ് കിട്ടും കേട്ടോ. ദാണ്ട ഇതേപോലെ കൈകൊണ്ട് എവിടുമ്പം തന്നെ അതിനകത്ത് അലിഞ്ഞ് കിട്ടും. നല്ലോണം ഒന്ന് അടിച്ചൊന്ന് പതപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തറ തുടയ്ക്കുകയാണെങ്കിൽ തറയൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടുന്നത് മാത്രമല്ല, തറ തുടച്ച് ഒരാഴ്ച നമ്മൾ തുടച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ആ ഒരു സ്മെല്ല് നിന്നിട്ട് തന്നെ നമ്മുടെ പാറ്റ പല്ലി ഉറുമ്പ് ഈ ഒരു ശല്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് കേട്ടോ. കാരണം ആ ഒരു മണം എത്ര ദിവസമാണെങ്കിലും നമുക്കത് നിൽക്കും, മുറിക്കകത്ത് നിൽക്കും ആ ഒരു കർപ്പൂരത്തിൻ്റെ മണം. അപ്പം വീടാകെ ഫുള്ള് മണമായിട്ട് കർപ്പൂരം കൊണ്ട് നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഇതേപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തുടച്ച ഭാഗവും തുടയ്ക്കാത്ത ഭാഗം കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ കണ്ടോ ക്ലീനായിട്ട് കിട്ടും. പ്രത്യേകിച്ച് നമ്മളൊരു മണത്തിന് വേണ്ടിയിട്ട്, മണമല്ല ഒരു പതയ്ക്ക് വേണ്ടിയിട്ട് ഷാമ്പു കൂടെ ചേർത്തിട്ടുണ്ട്. മണം നമ്മളെ കർപ്പൂരമാണല്ലോ, അപ്പോൾ ആ ഒരു പതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷാമ്പു കൂടെ ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു മണവും കൂടെ കിട്ടുകയും ചെയ്യും ഷാമ്പു ആകുമ്പോഴത്തേനും. അപ്പം എന്താ ഇതേപോലെ ഒരുപാടാകരുത് കേട്ടോ, ഷാമ്പു ഒഴിക്കുമ്പോൾ ഒരുപാടാകരുത്, തെന്നും. അപ്പോൾ ഒരു മണത്തിന് വേണ്ടിയിട്ടും അതേപോലെ കർപ്പൂരത്തിൻ്റെ കൂടെ നമ്മളൊന്ന് ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ ഇതേപോലെ തറയൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടുന്നത് മാത്രമല്ല നമുക്കൊരു പോസിറ്റീവ് എനർജിയും കൂടെയാണ്. കാരണം ഇത് തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് നല്ല ഇതായിട്ട് ഫ്രഷായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കുക.